ബ്രാൻഡ് ന്യൂ പീസ്, ഏറ്റവും പുതിയത്. ഈ രണ്ട് സെയിം, രണ്ട് കണ്ടീഷൻ നോക്കിയോ. ഇത് വന്ന് 12 രൂപ, ഇതാകും 16 രൂപ 15 രൂപ റേഞ്ച് വരും. പിന്നെ ഷട്ടറൊക്കെ നോക്കിയാൽ വെറും 1000 രൂപ ഷട്ടറിൽ താഴെ മാത്രമേ അടിച്ചുള്ളൂ. അംചർ ക്യാമറ എല്ലാം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വേണേൽ ഏകദേശം 24 മെഗാപിക്സലും വീഡിയോ ഔട്ട്പുട്ട് എല്ലാം വരുന്നതാണ്. വെറും 9000 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ മാർക്ക് 4 ഇരിക്കുന്നുണ്ട്, 40,000 രൂപ തൊട്ട് 5D മാർക്ക് 4 തന്നെ സംഭവം. ഒരു സ്ക്രാച്ചോ ഫംഗസോ ഒരു കംപ്ലയിൻസ് ഇല്ല, പുതിയതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ പീസുകളുണ്ട്. ഏകദേശം 30 രൂപ അടുത്താണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വണ്ടികളുടെ വിശേഷങ്ങളായിട്ടല്ല, യൂസ്ഡ് ക്യാമറ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ വീഡിയോ തിരുവനന്തപുരത്ത് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മണിമലയിലെ ഷോപ്പ് മാറിയിട്ടുണ്ടെന്നുള്ള. അപ്പോൾ പുതിയ ഷോപ്പിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ പുതിയ ക്യാമറാസും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ പുതിയ വീഡിയോ ആണ്. അപ്പോൾ ഇനി തൊട്ട് വരുമ്പം നിങ്ങൾ വരേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ കാണുന്ന പാലം കണ്ട, ആ പാലത്തൂടെയാണ് സാധാരണ നമ്മൾ നേരെ വന്നിട്ട് മണിമലയിലോട്ട് പോകുന്ന വഴിയാണിത്. പക്ഷേ ഇതിപ്പം പാലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കയറി വരുമ്പം തന്നെ RJ ക്യാമറാസ് എന്ന് പറഞ്ഞ ഷോപ്പ് കാണാം. അപ്പം ഇനി തൊട്ട് വരുന്നവരങ്ങ് ബസ് സ്റ്റാൻഡ് വരെ പോകേണ്ട ആവശ്യമില്ല, ഇവിടെ വന്നാൽ മതി കേട്ടോ. ബ്രിഡ്ജിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന RJ ക്യാമറാസ്. ഹായ് ബ്രോ. അപ്പോൾ നമ്മളെ പുതിയ ഷോപ്പാണല്ലേ, ഏറ്റവും പുതിയ ഷോപ്പിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് മാറി എന്നുള്ള വ്യത്യാസം. എന്നാലും പുതിയ ഷോപ്പൊക്കെ പ്രമാണിച്ച് എന്തെങ്കിലും ആദ്യമേ ഓഫർ കാര്യങ്ങൾ വല്ലതും കൊടുക്കാൻ? എപ്പം വന്നാലും ഓഫർ ഉണ്ട്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ ദിവസവും ഇവിടെ ഓഫർ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, എല്ലാ ദിവസവും ഓഫർ. ഓക്കെ, ഇത്തവണ ഓഫർ എന്ന രീതിയിൽ എത്ര രൂപ തൊട്ടുള്ള സ്റ്റാർട്ടിങ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിക്കോണിൻ്റെ 3300 ആണ് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നത്. അംചർ ക്യാമറ എല്ലാം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വേണേൽ ഏകദേശം 24 മെഗാപിക്സലും വീഡിയോ ഔട്ട്പുട്ട് എല്ലാം വരുന്നതാണ്. വെറും 9000 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. 9000 രൂപ തൊട്ടുള്ള ക്യാമറയാണ് ഇത്തവണ ഉള്ളത്. പിന്നെ നമുക്ക് ചെറിയ ബഡ്ജറ്റുള്ളതാണ് 6000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. D80 എന്ന് പറഞ്ഞ മോഡലുണ്ട് നിക്കോണിൻ്റെ, സ്റ്റില്ലിന് വേണ്ടിയുള്ള. വേണ്ടി ഇത് വീഡിയോ എല്ലാം ഉൾപ്പെടുന്ന സാധനം 9000 രൂപയ്ക്ക് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അതുപോലെ D90 എന്ന് പറഞ്ഞ മോഡൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് ഇരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് റേറ്റ് വരുന്നത് 10000 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. ഇവിടുത്തെ 140 ലെൻസൊക്കെ ഇട്ട് ഒരു 10 രൂപ റേഞ്ചിൽ സെല് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ക്യാനോണിൻ്റെ പിന്നെ 5.2 ഇങ്ങനെ കോംബോ ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. 15000 രൂപയ്ക്ക് 5.2 വിത്ത് 55-200 mm ലെൻസ് ചെയ്യാൻ. ഒരു ക്യാമറ എടുക്കുമ്പം എത്ര ബാറ്ററി കൊടുക്കും? ഒന്നാണ്, ഒരു ബാറ്ററിയും ചാർജറും സ്ട്രാപ്പും ആണ് നമ്മൾ നോർമൽ കൊടുക്കും. പിന്നെ ക്യാനോണിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 1200 അത്യാവശ്യം ബിഗിനേഴ്സിനൊക്കെ നല്ല എടുത്ത് ഫോട്ടോ എടുത്ത് പഠിക്കാനൊക്കെ പറ്റിയ നല്ല ബെസ്റ്റ് മോഡാണ്. നല്ല ഔട്ട്പുട്ടൊക്കെ തരുന്ന മോഡലാണ് 1200. അത്യാവശ്യം ഒരു 12000 രൂപ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1200. അതിൻ്റെ തന്നെ പല ക്വാളിറ്റിയുള്ള പീസുകൾ നമ്മൾ ഇതിപ്പം 12000 രൂപയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് ന്യൂ പീസ്, ഏറ്റവും പുതിയത്. ഈ രണ്ട് സെയിം, രണ്ട് കണ്ടീഷൻ നോക്കിയോ. ഇത് വന്ന് 12 രൂപ, ഇതാകും 16 രൂപ 15 രൂപ റേഞ്ച് വരും. പിന്നെ ഷട്ടറൊക്കെ നോക്കിയാൽ വെറും 1000 രൂപ ഷട്ടറിൽ താഴെ മാത്രമേ അടിച്ചുള്ളൂ. ഇവിടെ വന്ന് നിങ്ങൾക്ക് പല ക്വാളിറ്റിയുള്ള ക്യാമറാസ് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് യൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരേ മോഡലിൽ തന്നെ പല വെറൈറ്റി ക്യാമറാസ് നമ്മുടെ സ്റ്റോക്കാണ്. പിന്നെ 1300 ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഇൻബിൽറ്റ് വൈഫൈയും കൂടി വരുന്നതാണ്. 18 മെഗാപിക്സലും വൈഫൈ എല്ലാം വരുന്ന മോഡലാണ്. നമുക്ക് ഏകദേശം 15000 രൂപ തൊട്ട് 1300 നല്ല പീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ പീസുണ്ട്. ഇതൊക്കെയാണെങ്കിൽ ഒരു 13000 രൂപയ്ക്ക് സെയിം പീസ് തന്നെയാണ്, വെറും 13000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 1300. അതിൻ്റെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് ഇത് കണ്ടോ, A ഗ്രേഡ് B ഗ്രേഡ് 3 ഗ്രേഡിലാണ് നമുക്ക് സെയിം. ഇത് ഈ 3 സാധനത്തിനും കംപ്ലയിൻസ് ഒന്നുമില്ല. ബോഡി കണ്ടീഷൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് റേറ്റ്. ഇതൊക്കെ ആകുമ്പോൾ ഒരു 17000 രൂപ അറേഞ്ച് ചെയ്യും. എല്ലാത്തിനും വിത്ത് വാറണ്ടി എല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് സെല് ചെയ്യുന്നത്. എത്ര നാൾ വാറണ്ടി ഉണ്ട്? നോർമൽ ചെറിയ ബഡ്ജറ്റുള്ള ക്യാമറാസിനൊക്കെ 1 മന്താണ് വാറണ്ടി. പിന്നെ റേറ്റ് കൂടുന്നതനുസരിച്ച് 20-30 മേളിലോട്ടുള്ള 2 മാസം 3 മാസം 6 മാസം വരെയൊക്കെ വാറണ്ടി ഉണ്ട്. ക്യാമറയുടെ ക്വാളിറ്റിയും കണ്ടീഷൻ അനുസരിച്ച് വാറണ്ടി നമുക്ക് കൊടുക്കണം. പിന്നെ 4000 3000 ഇതൊക്കെ റീസെൻ്റ്ലി ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡലാണ്. ഇതൊക്കെ ആണെങ്കിൽ ഒരു 14000 രൂപ 15000 രൂപ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പല ക്വാളിറ്റിയുള്ള ഇതൊക്കെ 3000 4000 ഇതൊക്കെ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല. 16000 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. വൈഫൈ ഒക്കെ വരുന്ന മോഡലാണ്. പിന്നെ അതിന് തന്നെ നല്ല പീസുകൾ, ഇങ്ങനത്തെ ഒരു പീസുകളൊക്കെ വലിയ ഡെമോ പീസുകളൊക്കെ നമ്മൾ വയ്ക്കുന്നു. ഒട്ടും തന്നെ ഉപയോഗിക്കാത്ത 1000-1500 ഷട്ടർ താഴെ മണിക്കൂർ അടിച്ച് 16000 രൂപ ആ റേഞ്ച് മാത്രമേ നമുക്ക് റേറ്റ് വരുന്നു. ഈ 1500 ഷട്ടർ 2000 ഷട്ടർ എന്ന് പറയുന്നത് ഡെമോ ഇരിക്കുന്നത് അതിൻ്റെയാണ് പല ക്വാളിറ്റി. ഇതൊക്കെ ആണെങ്കിൽ ഒരു 6000-7000 ഷട്ടറൊക്കെ അടിച്ചായിരിക്കും. ഇതൊക്കെ ആകുമ്പോൾ തീരെ ഉപയോഗിക്കാത്ത പീസുകൾ, ഫ്രഷ് പീസുകളാണ് റേറ്റ്. പിന്നെ 1500 24 മെഗാപിക്സൽ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് മോഡാണ്. ഇതൊക്കെയാണെങ്കിൽ ഏകദേശം ഒരു 19000 രൂപ തൊട്ട് 1500 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 22000 രൂപ വരെ നമ്മുടെ പീസ് ഇരിക്കുന്നത്. ഇതിൻ്റെ കണ്ടീഷൻ കണ്ടോ, നല്ല ഫ്രഷ് കണ്ടീഷനുള്ള പീസാണ്. വിത്ത് വാറണ്ടി ഉൾപ്പെടെ 1500 നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് കമ്പനി വാറണ്ടി പെൻഡിങ് ഉള്ള പീസുകളാണ്. ഇതൊക്കെയാണെങ്കിൽ 23000 രൂപ റേഞ്ചാണ് വരുന്നത്.
ഇതൊക്കെയാണെങ്കിൽ 18,000 തൊട്ട് 1500, 18, 20, 22 പല റേഞ്ചിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ 2000 അതിൻ്റെ തന്നെ ഗൾഫിലെ മോഡലാണ്. ഇതും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. 20 രൂപ അടുത്താണ് നമുക്ക് വരുന്നത്. അതിൻ്റെ തന്നെ ഏകദേശം പീസുകൾ വരുന്നുണ്ട്. പിന്നെ ഫ്ലിപ്പൊക്കെ വേണ്ടവർക്ക് സ്ക്രീൻ ഫ്ലിപ്പ് ചെയ്ത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി 600 നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ചെക്കാണെങ്കിൽ 13,000 രൂപ റേഞ്ച് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 13, 15 ഏകദേശം ആ റേഞ്ചാണ്. ഫ്ലിപ്പ്, മൈക്ക് എല്ലാം അത്യാവശ്യം സെൽഫി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നല്ല ബെസ്റ്റ് മോഡലാണ്. എല്ലാ പീസിൻ്റെ കുറേ കളക്ഷൻസ് നമ്മളുണ്ട്. പല ക്വാളിറ്റി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഏകദേശം 2-3 പീസുകളെ വെച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ 650D ടച്ചും കൂടെ വരുന്ന മോഡലാണ്. 18 മെഗാപിക്സലും വൈഫൈ വരുന്നില്ല. ഫ്ലിപ്പ് സ്ക്രീൻ വരുന്നുണ്ട്. ടച്ച് ഫോക്കസിങ് ട്രാക്കിങ് എല്ലാം വരുന്ന മോഡലാണ്. ഏകദേശം 18, 20 ആ റേഞ്ചിലാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. പിന്നെ 700 സ്റ്റാർട്ടിങ് നമ്മളൊരു 16,000 തൊട്ട് 700 ആണ്. 15,500 തൊട്ട് നമുക്ക് 700 കൊടുക്കാം. ടച്ച് സ്ക്രീൻ വരുന്ന മോഡലാണ്. 18 മെഗാപിക്സൽ ടച്ചും എല്ലാം കൂടെ വരുന്നുണ്ട്. ഒരു 16,000 തൊട്ട് നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്ന ക്യാമറ നമുക്ക് സ്വന്തമാക്കാം. ആ സെയിം മോഡലിൽ തന്നെ ഫ്രഷ് പീസുകൾ നമ്മുടെ ഇരിക്കുന്നുണ്ട്. ഇതുണ്ട്, 2 സാധനങ്ങളും തമ്മിലുള്ള ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ട്. ഇത് കഴിഞ്ഞാൽ ഒട്ടും ഉപയോഗിക്കാത്ത ഫ്രഷ് ക്യാമറ നിങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരും. അതിൻ്റെയും കളക്ഷൻസ് ഉണ്ട്. യൂസർ ക്യാമറ റേറ്റ് കുറച്ച് മതിയെങ്കിൽ അതും നമ്മുടെ സ്റ്റോക്കിൽ ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണെങ്കിൽ 16,000 രൂപ, ഇതൊക്കെയാണെങ്കിൽ 22,000 രൂപ ഒട്ടും ഉപയോഗിക്കാത്ത പീസുകൾ. പിന്നെ ക്യാനോണിൻ്റെ 750D ടച്ച്, വൈഫൈ, ഫ്ലിപ്പ് എല്ലാ ഫീച്ചേഴ്സും വേണ്ടവർക്ക് വേണ്ടി അങ്ങനത്തെ ക്യാമറാസ് നമ്മുടെ ഉണ്ട്. 23,000 തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ടച്ച്, വൈഫൈ, ഫ്ലിപ്പ്, ടിൽറ്റ് സ്ക്രീന്, മൈക്ക് ഔട്ട്പുട്ട് എല്ലാം വരുന്ന 25 രൂപ തൊട്ട് നമ്മുടെ അതും സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതിൻ്റെ തന്നെ കുറേ പീസുകളുണ്ട്. അതിൻ്റെ തന്നെ നല്ല ഫ്രഷ് പീസുകൾ, ഒരു സ്ക്രാച്ചോ ഫംഗസോ ഒരു കംപ്ലയിൻസ് ഇല്ല, പുതിയതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ പീസുകളുണ്ട്. ഏകദേശം 30 രൂപ അടുത്താണ് നല്ല പീസിന് റേറ്റ് വരുന്നത്. പിന്നെ 70D അങ്ങനത്തെ വരുന്നുണ്ട്. ഡബിൾ ഡിസ്പ്ലേ വരുന്നത്. മേളിൽ ഇങ്ങനെ ഡിസ്പ്ലേയും ISO ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മുകളിൽ ഏകദേശം 30,000 രൂപ, 32,000 രൂപയാണ് ആ റേഞ്ചിലാണ് നമ്മൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 200D എല്ലാവരും നല്ല എൻക്വയറീസ് ഉള്ള മോഡലാണ്. ഇഷ്ടംപോലെ സെയിലാവുന്ന മോഡലുമാണ്. ഏകദേശം ഒരു 27, 28, 30 വരെ കണ്ടീഷനും ക്വാളിറ്റി വാറണ്ടി അനുസരിച്ച് നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇങ്ങനെ കോംബോ പീസുകൾ നമ്മൾ സെല്ല് ചെയ്യാറുണ്ട്. 200D മാർക്ക് ഓൺ ബോഡി, 85mm ലെൻസ്. ഈ 85 മാത്രം ഏകദേശം 40,000 രൂപ പുതിയ വിലയുണ്ട്. രണ്ടും കൂടി 30,000 രൂപയ്ക്ക് കൊടുക്കുക. 200D 85mm ലെൻസ് കൂടി കൂട്ടി 30,000 രൂപയ്ക്ക് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. പിന്നെ 200D മാർക്ക് 2, 800D അങ്ങനത്തെ 800D ഒക്കെ ആണെങ്കിൽ 30,000 രൂപ. അത്യാവശ്യം അംസർ ക്യാമറ ഏറ്റവും ടോപ്പ് ക്യാമറ എന്ന് പറയാം. എല്ലാ ഫീച്ചേഴ്സും എല്ലാം കൂടി വരുന്നതാണ്. വെറും 30,000 രൂപയ്ക്ക് നമുക്ക് 800D സ്വന്തമാകും. എല്ലാം ഇതിപ്പോൾ നിലവിലെ വിപണിയിലുണ്ടോ ഫ്രഷ്? ഏകദേശം 800D ഒക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഉണ്ട്. പിന്നെ 800D 850D ആ സീരീസ് എല്ലാം വരുന്നുണ്ട്. 200D മാർക്ക് 2 4K ഒക്കെ വരുന്ന ക്യാമറ നിങ്ങൾക്ക് ഒരു 28,000 രൂപയ്ക്ക് ഞാൻ തരാം. 200D വീഡിയോ സപ്പോർട്ടാണല്ലേ? 200D മാർക്ക് 2 28,000 രൂപ. കണ്ടീഷൻ ആവറേജ് കണ്ടീഷനുള്ളൂ. 28 രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യുന്നതിന്. അതിൻ്റെ തന്നെ നല്ല പീസുകൾ നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. 30, 33, 35 രൂപ വരെയാണ് നമ്മൾ ടോപ്പ് കണ്ടീഷൻ സെയിൽ ചെയ്യുന്നത്. ഇതിനെല്ലാം ഏകദേശം വാറണ്ടി ഒക്കെയുള്ള പീസുകളായിരിക്കും. പിന്നെ അതിൻ്റെ 250D ഇതെല്ലാം 33, 34 രൂപ റേഞ്ച് സെയിൽ ചെയ്യുന്നതാണ്. പിന്നെ നിക്കോണിൻ്റെ കുറച്ച് മുകളിലേക്ക് വന്നാൽ 3200, 3100 ഒക്കെ ആണെങ്കിൽ 6,000 രൂപ നമ്മൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 3200 ആണെങ്കിൽ 12, 13 ആ റേഞ്ചാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. 24 മെഗാപിക്സലൊക്കെ വരുന്ന ക്യാമറ. പിന്നെ 33 വരുന്നുണ്ട്. 35 വരുന്നു. 35 ഒക്കെ ആണെങ്കിൽ 11,000 രൂപ വരുന്നുള്ളൂ. 24 മെഗാപിക്സലും വൈഫൈയും ഇതെല്ലാം വരുന്നത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന കിട്ടുന്ന ക്യാമറയാണ്. പിന്നെ 3400 വിത്ത് 18-140 ലെൻസും 14,000 രൂപ കൊടുക്കാം. സൂമും വൈഡും കൂടി എടുക്കാൻ പറ്റുന്ന ക്യാമറയും വൈഫൈയും ഫ്ലിപ്പും എല്ലാം വരുന്ന വെറും 14,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. പിന്നെ 5100 11,000 രൂപയ്ക്ക് ഫ്ലിപ്പ് സ്ക്രീൻ വരുന്ന ക്യാമറ വെറും 11,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. പിന്നെ 56, 52 അങ്ങനെ കുറേ സീരീസുകൾ വരുന്ന ക്യാമറാസ് നിങ്ങൾ മേടിക്കുന്നുണ്ട്. 60D ഇരിക്കുന്നുണ്ട്. 60D ഒക്കെ ആണെങ്കിൽ 15,000 രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. പിന്നെ 70D ആണെങ്കിലും ഏകദേശം ഒരു 20,000 തൊട്ട് 70D ടച്ച്, വൈഫൈ, ഫ്ലിപ്പ് എല്ലാ ഫീച്ചേഴ്സൊക്കെ വരുന്ന 60D നല്ല പീസാണ്. ഒരു 17,000 രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 5D മാർക്ക് 3, മാർക്ക് 4 എല്ലാം ഉണ്ട്. മാർക്ക് 3 ഒക്കെ ആണെങ്കിൽ ഒരു 23,000 രൂപ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതൊക്കെ ആണെങ്കിൽ 24, 25 രൂപയുടെ പീസാണ് ഇത് വരുന്നത്. ഇത് ആ റേഞ്ച് തന്നെയാണ് വരുന്നത്. പല ക്വാളിറ്റിയുള്ള പീസുകൾ ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിരിക്കുന്നത്. ഇതൊക്കെ ആണെങ്കിൽ ആ റേഞ്ചേ വരുത്തുള്ളൂ. പിന്നെ മാർക്ക് 4 ഇരിക്കുന്നുണ്ട്. 40,000 രൂപ 5D മാർക്ക് 4 നമുക്ക് സ്വന്തമാക്കാം.
40 45 നമ്മൾ കഴിഞ്ഞ വീഡിയോ റേറ്റ് കുറഞ്ഞു 40,000 രൂപയ്ക്ക് സ്വന്തം. പിന്നെ EOSR മിറർലെസ് ക്യാമറയൊക്കെ നോക്കുമ്പോൾ 55,000 രൂപയ്ക്ക് EOSR വിത്ത് അഡാപ്റ്ററും കൊടുക്കാം. EOSR എത്ര? 55,000 രൂപയ്ക്ക്. 55. കണ്ടീഷൻ ബേസ് മാറത്തില്ല. കണ്ടീഷൻ ബേസ് നമുക്ക് 70 രൂപ വരെ നമ്മൾ ടോപ്പ് കണ്ടീഷൻ സെല് ചെയ്യുന്നുണ്ട്. ഇത് ആവറേജ് കണ്ടീഷൻ കംപ്ലൈൻസും ഇല്ല. വിത്ത് ഒരു വെറും 3,000 രൂപ തൊട്ട് നമുക്കൊരു 50mm ലെൻസ് സ്വന്തമാക്കാം. ഒരു 51,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ക്യാമറ സ്വന്തമാക്കാം. EOSR അഡാപ്റ്റർ എല്ലാം കൂടെ കൂട്ടി അറിയിച്ചു. പിന്നെ അഡാപ്റ്റർ ഉൾപ്പെടെ അല്ലേ 55? അഡാപ്റ്റർ ഉൾപ്പെടെ കൊടുക്കാം. പിന്നെ 60 Mark II ഇത് നല്ലൊരു പീസാണ് വരുന്നത്. 40-38 ആ റേഞ്ച് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ 70 ഇതൊരു 23,000 രൂപ നല്ല പീസാണ് വരുന്നത്. 23 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനെ കോംബോ ആയിട്ടൊക്കെ കൊടുക്കാമെന്നവർക്ക് കോംബോ ആയിട്ട് 1300 55-250 ലെൻസിനെയാണ് ചേർത്ത് 11,000 രൂപ. സൂം ലെൻസ് കൂട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനായിരിക്കും. പിന്നെ 7000D ഇതൊക്കെയാണ് ചെറിയ ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റും. ഒരു 11,000 രൂപയ്ക്ക് 7000 നിക്കോണിൻ്റെ ഒരു സെമി പ്രൊഫഷണൽ ക്യാമറ. പിന്നെ കുറച്ച് മിറർലെസ് ക്യാമറ ആയിട്ട് നമ്മൾ പല മോഡൽസും പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എല്ലാ മോഡൽസിൻ്റെയും കളർ സെൻസും എല്ലാ ക്യാമറാസിൻ്റെ ലെൻസും എല്ലാം നമ്മുടെ ഇപ്പോൾ മണിമത്തെ ഷോപ്പിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എല്ലാ ക്യാമറയും ലെൻസും ഒരേ മോഡലിൽ തന്നെ പല വെറൈറ്റി ക്യാമറയും ലെൻസും എല്ലാം ഇരിക്കുന്നത്. ഈ മിറർലെസ് 55,000 രൂപ തൊട്ടാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? മിറർലെസ് ക്യാമറ അതായത് പ്രൊഫഷണൽ ക്യാമറ 60 Mark II വരുന്ന അതാണ് വരുന്നത്. പിന്നെ മിറർലെസ് ഈ RP ഒക്കെ വരും. RP ഒക്കെ ആണെങ്കിൽ ഒരു 40 രൂപ 38,000 രൂപ RP തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മിറർലെസിൻ്റെ A6000 ഈ വേരിയൻ്റ് ഒക്കെ വരും. ഇതൊക്കെയാണെങ്കിൽ 22,000 രൂപ തൊട്ട് നമുക്ക് A6000 കൊടുക്കാം. ഇതൊക്കെയാണെങ്കിൽ 19,000 രൂപയ്ക്ക് കൊടുക്കാം. A6000 അതിന് ചെറിയ പോരായ്മകളാണ്. 19,000 കൊടുക്കാം. നല്ല പീസാണെങ്കിൽ 23-25 വരെ സ്റ്റാർട്ടിങ് ഇരിക്കുന്നുണ്ട്. പിന്നെ S3W 4K റെക്കോർഡിംഗ് ഒക്കെ വരുന്ന ക്യാമറ 38-40 ഇതെല്ലാം വാറണ്ടി എല്ലാം ഉൾപ്പെടെയാണ് ഒന്ന് കൊടുക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ EOSR അല്ലേ, അത് ഏകദേശം ഷട്ടറൊക്കെ റേഞ്ച് 1.5 അടുത്തായിട്ടുണ്ട്. 1.5 അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞ നമ്മളല്ലാതെ സംസാരിച്ചോ പറഞ്ഞ പോലെ 70-75 രൂപയുടെ വരെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, അതിന്റെ കണ്ടീഷൻ ബോഡി ക്വാളിറ്റി ഒക്കെ ഇതിന്റെയൊക്കെ ഷട്ടർ കുറവായിരിക്കും. ഷട്ടറും ബോഡി ക്വാളിറ്റി നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ക്യാമറ എങ്ങനെ കാണാനിരിക്കുന്നു അതനുസരിച്ചൊക്കെയാണ് റേറ്റ് വരുന്നത്. ഷട്ടറിന് പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ സാധനമേ ഉള്ളൂ. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു ഇഷ്യൂ അല്ല ഷട്ടറിൻ്റെ ഇഷ്യൂ. പിന്നെ 6.4 ഒക്കെയാണ് നല്ല പീസ് വിളിക്കുന്നുണ്ട്. 48 റേഞ്ചിലൊക്കെ വാറണ്ടി പീസ് ഒട്ടും ഉപയോഗിക്കാത്ത പീസാണ് വരുന്നത്. പിന്നെ ZV-10 വ്ലോഗ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ നല്ല ബെസ്റ്റ് മോഡലാണ്. 38-40 വാറണ്ടി ഉള്ളത്. ഇതൊക്കെ നിസ്സാര മാസങ്ങൾ ഉപയോഗിച്ച പീസുകളാണ്. R100 ഇരിക്കുന്നുണ്ട് ഫുൾ ബോക്സ് പീസ് 39,000 രൂപ. 4-5 മാസം ഉപയോഗിച്ചിട്ടുള്ളൂ. R50 ഇരിക്കുന്നുണ്ട്. 2-3 പീസ് R50 ഇരിക്കുന്നുണ്ട്. R സീരീസിലൊക്കെ നല്ല മൂവ്മെൻ്റ് ഉള്ള കേസാണ്. 47 രൂപ അതൊക്കെയാണ് വാറണ്ടി. 4 മാസം 5 മാസം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഫുൾ വാറണ്ടിയൊക്കെ ഉണ്ട്. M50 ക്യാമറയൊക്കെ ഇതൊക്കെയാണെങ്കിൽ മിറർലെസിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് മിറർലെസ് ക്യാമറ മതിയെന്ന് ചിന്തിച്ച് നടക്കുന്നവർക്ക് ഒരു 30 രൂപ റേഞ്ചിലൊക്കെ നല്ല പീസുകൾ സ്വന്തമാക്കാം. 28 രൂപ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 33,000 രൂപ വരെ കണ്ടീഷനും ക്വാളിറ്റി അനുസരിച്ച് പല പീസുകൾ വരും. R50 ഫ്യൂജിയുടെ ST2 എന്ന് പറഞ്ഞ മോഡൽ ഇതൊക്കെയാണെങ്കിൽ 35,000 രൂപ. ഇത്ര നല്ല ഫ്രഷ് കണ്ടീഷനാണ്. നല്ല ക്വാളിറ്റി ഉള്ള പീസുകളാണ് മിറർലെസിൻ്റെ അല്ലാതെ ഇരിക്കുന്നതൊക്കെ. പിന്നെ GoPro ഉണ്ട്. സോണിയുടെയൊക്കെ മിറർലെസിൻ്റെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമ്മുടെ സ്റ്റോക്കുണ്ട്. നമുക്കിവിടെ ലെൻസിനുള്ള സ്റ്റോക്ക് നോക്കി കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ ലെൻസുകളും നമ്മുടെ ഇപ്പം കാനോണിൻ്റെ ലെൻസുകളും സോണിയുടെ നിക്കോണിൻ്റെ എല്ലാം ഇരിക്കുന്നുണ്ട്. കിറ്റ് ലെൻസൊക്കെ ഇങ്ങനത്തെ ലെൻസുകളാക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരും 1,500 തൊട്ട് കിറ്റ് ലെൻസ് നമുക്ക് 18-55 ലെൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ കാനോണിൻ്റെ 50mm ലെൻസൊക്കെ ആണെങ്കിൽ 3,500 രൂപ തൊട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അതിൻ്റെ STM ലെൻസ് ആണെങ്കിൽ 5,000 രൂപ തൊട്ട് STM 5-6 ആ റേഞ്ച് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. പിന്നെ പല ലെൻസുകൾ ഇരിക്കുന്നത് നിക്കോണിൻ്റെ 35 ചോദിച്ചവർക്ക് നല്ല ബ്രാൻഡ് ന്യൂ പീസ് ഇരിക്കുന്നുണ്ട്. 8,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നിക്കോണിൻ്റെ തന്നെ 50mm ചോദിച്ചവർക്ക് 2,500-3,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 50mm ലെൻസ് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 80-135 സൂമും വൈഡും എല്ലാം ഒരുമിച്ച് വരുന്ന ലെൻസാണ്. ഇതൊക്കെയാണെങ്കിൽ 6,000-7,000 രൂപ നമ്മുടെ സ്റ്റാർട്ടിങ് ഇരിക്കുന്നുണ്ട്. 9 രൂപ വരെ കണ്ടീഷൻസ് നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. 50mm 1.4 ലെൻസൊക്കെ ചോദിച്ചവർക്ക് വെറും 10,000 രൂപയ്ക്ക് 1.4 ലെൻസ് നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ എല്ലാവരും നല്ല എൻക്വയറീസ് ഉള്ള മോഡലാണ് 55-250. ഇതൊക്കെയാണ് നമുക്ക് റേറ്റ് വരുന്നത്. 6,500 റേറ്റ് വരുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ലെൻസാണ്. കംപ്ലൈൻസ് ആയിരുന്നു എല്ലാം നല്ല ഫ്രഷ് കണ്ടീഷൻ ചെയ്യുന്ന ലെൻസാണ്. 6,500 55-250 ലെൻസിന് വരുന്നത്. അതിൻ്റെ തന്നെ STM ലെൻസ് ഉണ്ട്. 7,000 തൊട്ട് നമ്മുടെ 55-250 STM ലെൻസ് ഇരിക്കുന്നുണ്ട്. സ്റ്റെബിലൈസറൊക്കെ വരുന്ന ലെൻസ്. പിന്നെ സോണിയുടെ 50mm 85 എല്ലാം നമ്മൾ സ്റ്റോക്കിംഗ് ഉണ്ട്. ഇതൊക്കെ ആണെങ്കിൽ 12,000 രൂപയ്ക്കാണ് 50mm സോണിയുടെ വരുന്നത്. 85 ആണെങ്കിൽ 25,000 രൂപയാണ് 85 വരുന്നത്.
പിന്നെ മിറർലെസ് ക്യാമറയൊക്കെ M50 ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ സൂം ലെൻസ് നോക്കുന്നവർക്ക് വേണ്ടി 55-200 mm ലെൻസ് 10,000 രൂപയ്ക്ക് ഇരിക്കുന്നുണ്ട്. അഡാപ്റ്ററൊന്നും ഇടണ്ട, നേരിട്ട് ക്യാമറ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും. വളരെ റെയറായിട്ട് ഇടുന്ന ലെൻസുകളാണ് അതൊക്കെ. പിന്നെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ 70-200 ഒക്കെ നിക്കോണിൻ്റെ 2.8 ലെൻസൊക്കെ ചോദിക്കുന്നവർക്ക് നല്ല ഫ്രഷ് കണ്ടീഷനുള്ള ഫുഡൊക്കെ ഇട്ട് ഒരു 17,000 രൂപയ്ക്ക് യൂസ് ഉണ്ടാക്കാം. 17. പിന്നെ ഇങ്ങനെ സൂമും വൈഡ് തേർഡ് പാർട്ടി ലെൻസൊക്കെ നോക്കുന്നെങ്കിൽ ഒരു 2,500 രൂപയ്ക്കൊക്കെ ഇങ്ങനെ ക്യാമറോൻ്റെയും സിഗ്മയുടെയൊക്കെ തേർഡ് പാർട്ടി ലെൻസൊക്കെ നോക്കാം. പിന്നെ 24-05 ഒക്കെ നോക്കുന്നവർക്ക് ഒരു 17,000 രൂപ തൊട്ട് 24-05 ഇരിക്കുന്നുണ്ട്. പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി 20,000 രൂപയ്ക്ക് ഇരിക്കുന്നുണ്ട്. അതിന് IS2 ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ ഒരു 26-27 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ 75-300 ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ 6,000 രൂപ തൊട്ട് 75-300 സ്വന്തമാക്കാൻ പറ്റും. 55-50 കുറേ പീസുകൾ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. KT-105 7300 നിക്കോണ്ട്, അതൊക്കെ ആണെങ്കിൽ 3,000 രൂപയ്ക്ക് 7300 സിഗ്മ വരുന്ന ലെൻസ് വരുന്നുണ്ട്. പിന്നെ ടാമറോണിൻ്റെ ക്യാമറ മൗണ്ട് ഇരിക്കുന്നുണ്ട്. 4,500 രൂപ ആ റേഞ്ചൊക്കെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. പിന്നെ കുറഞ്ഞ കുറേ പീസുകൾ 18 വൈഡ് ആംഗിൾ വേണ്ടവർക്ക് വൈഡ് ആംഗിൾ ലെൻസൊക്കെ നമ്മുടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ 3,000 രൂപ ആ റേഞ്ചൊക്കെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ക്ലീനിങ് കിറ്റ്, ബാഗ്, ഇവിടെ ആക്സസറീസും എല്ലാം നമ്മളിപ്പം ചെയ്യുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പുമായിട്ട് സമീപിക്കുക. ഇഷ്ടം പോലെ ക്യാമറാസും ലെൻസും എല്ലാം കിട്ടുന്ന വാറണ്ടിയിലും കിട്ടുന്ന ക്വാളിറ്റിയിലും കിട്ടുന്ന പ്രൈസിലും നമുക്ക് നോക്കാം.